പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 23-ാം ഭാഗവും കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ 23-ാം ഭാഗത്തിൽ നമ്മൾ 16-17 നൂറ്റാണ്ടുകളിലെ ചില ജ്യോതിശാസ്ത്രകാരന്മാരെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൽ 16-ാം നൂറ്റാണ്ടിലാണല്ലോ, 17-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലാണല്ലോ ടെലിസ്കോപ്പുകളുടെ ആവിർഭാവം. അതിനുശേഷം ആ ടെലിസ്കോപ്പുകളിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ആ മാറ്റങ്ങൾക്ക് കാരണം ആദ്യകാല ലെൻസുകളുടെ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പുതിയ ലെൻസുകൾ ഉണ്ടാക്കുകയും അപവർത്തന ടെലിസ്കോപ്പുകളിൽ ഉണ്ടായ ചില തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു ശാസ്ത്രജ്ഞന്മാർ. ലെൻസ് നിർമ്മാതാക്കളുണ്ടായിരുന്നു അതിൽ. അതേപോലെ ശാസ്ത്രം പഠിച്ചവരും പഠിക്കാത്തവരും ഉണ്ടായിരുന്നു. അതൊരു സാങ്കേതിക വിദ്യയുടെ ഫലമാണല്ലോ ടെലിസ്കോപ്പുകൾ. അതുകൊണ്ട് തന്നെ നിരവധി പേർ അതിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ കാലത്തെ രസകരമായ ഒരു കാര്യം, നമ്മൾ 1960-70-കളിൽ ഇന്ത്യയിൽ ടെലിവിഷൻ വന്നപ്പോൾ അതൊരു സ്റ്റാറ്റസിൻ്റെ സിമ്പലായി മാറി എന്നുള്ളതാണ്. ഇടത്തരക്കാരുടെ കുടുംബങ്ങളിലും ധനികന്മാരുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ടെലിവിഷൻ സെറ്റ് ഇല്ലാത്തത് വലിയ അപമാനകരമായി തോന്നുന്ന ഒരവസ്ഥ ഇന്ത്യയുടെ സമൂഹത്തിലുണ്ടായി എന്നുള്ളതാണ്. അയ്യോ, നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ലേ എന്ന ചോദ്യം കേൾക്കുമ്പോൾ ചൂളിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതേപോലെ തന്നെയായിരുന്നു ഈ 17-ാം നൂറ്റാണ്ടിൽ. അവിടെ ടെലിവിഷന് പകരം ടെലിസ്കോപ്പ് എന്ന ഉപകരണം മാത്രമായി. പ്രഭുക്കളുടെയും മധ്യവർഗത്തിൻ്റെയും കുടുംബത്തിലെ തീന്മേശകളിൽ ടെലിസ്കോപ്പ് ഒരു സംസാര വിഷയമായി തീർന്നു. മാത്രമല്ല, അത് ഒരു സ്റ്റാറ്റസ് സിമ്പലായി മാറി എന്നുള്ളതാണ്. പലരും ടെലിസ്കോപ്പിന് വേണ്ടി പരക്കം പാഞ്ഞു. ലക്ഷക്കണക്കിന് സമ്പാദ്യം അതിനുവേണ്ടി ചെലവഴിച്ച യൂറോപ്യൻ കുടുംബങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് നല്ല നല്ല ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ പ്രയാസകരമായി തീർന്നു. പ്രത്യേകിച്ചും പ്രതിഫലന ടെലിസ്കോപ്പുകൾ ആ കാലത്തുണ്ടായിരുന്നില്ല. അതേതാണ്ട് തുടങ്ങി വെച്ചത് ഐസക് ന്യൂട്ടൻ്റെ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പേ ഉള്ള ചില ആളുകൾ പ്രതിഫലന ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിലൊരാളാണ് നിക്കോളാസ് സൂക്കി ടെലിസ്കോപ്പിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി. അപവർത്തന ടെലിസ്കോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാകും പ്രതിഫലന ടെലിസ്കോപ്പ് എന്ന കാരണം അപവർത്തന ടെലിസ്കോപ്പിൽ പ്രധാനപ്പെട്ട 2 ദോഷങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഗോളീയ വിഭജനം, സ്ഫെറിക്കൽ അബ്രേഷൻ. രണ്ടാമത്തേത് കളർ അബ്രേഷൻ, ക്രോമാറ്റിക് അബ്രേഷൻ. ഈ രണ്ടും എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ അക്കാലത്തെ സാങ്കേതിക വിദ്യാ വിദഗ്ധർക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ന്യൂട്ടൺ പോലും വിശ്വസിച്ചത് ഈ 2 ദോഷങ്ങളും ടെലിസ്കോപ്പിൻ്റെതല്ല, അല്ലെങ്കിൽ ലെൻസിൻ്റെതല്ല, മറിച്ച് പ്രകാശത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് പ്രതിഫലന ടെലിസ്കോപ്പ് എന്ന ആശയം പലരും മുമ്പോട്ട് വെച്ച് അതിൽ നമ്പർ 1 ആയിരുന്നു നിക്കോളാസ് സൂക്കി ടെലിസ്കോപ്പ് രൂപകൽപ്പന ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെയാണ് മറ്റൊരാൾ
ഗ്രിഗറിയും ടെലിസ്കോപ്പിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി വരച്ചുണ്ടാക്കി ഒക്കെ തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ 23ാമത്തെ ഭാഗത്ത് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഗ്രിഗറിക്ക് പോലും ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഗ്രിഗറിയുടെ ഡിസൈൻ കടമെടുത്തുകൊണ്ടാണ് മൂന്നാമതൊരാൾ രംഗത്ത് വരുന്നത്. അതാണ് ഒരു പാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലോറൻസ് കസഗ്രെയിൻ. ലോറൻസ് കസഗ്രെയിൻ ഗ്രിഗറിയുടെ ഡിസൈനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഗോളീയ വിഭജനത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നായിരുന്നു ശ്രമം. അക്കാലത്ത് അവർക്കൊക്കെ അറിയാമായിരുന്നു പ്രതിഫലന ടെലിസ്കോപ്പിൽ വർണ്ണവിഭജനം ഇല്ലാതെ ആവും, പക്ഷേ ഗോളീയ വിഭജനം പോകില്ല. അതിനുള്ള ശ്രമമാണ് കസഗ്രെയിൻ നടത്തിയത്. കസഗ്രെയിൻ എന്ത് ചെയ്തു? കസഗ്രെയിൻ ടെലിസ്കോപ്പിൻ്റെ മുൻഭാഗത്ത് തന്നെ ഒരു ലെൻസ് ഘടിപ്പിച്ചു. ലെൻസിൻ്റെ മധ്യത്തിൽ സെക്കൻഡറി മിറർ പിടിപ്പിച്ചു. പ്രൈമറി മിററിൻ്റെ അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മിററിൻ്റെ മധ്യത്തിൽ ഒരു ദ്വാരം കൊടുത്തു. അങ്ങനെ ടെലിസ്കോപ്പിൻ്റെ ലൈറ്റ് പാത്ത് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പഥം പകുതിയായി കുറച്ചു. വലിയ ലാഭമായി. ഈ ഒരു ടെലിസ്കോപ്പ് വളരെ പോപ്പുലറായി. അത് വളരെ വേഗം അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഉപയോഗപ്രദമായി. കാരണം അതിൻ്റെ ട്യൂബിൻ്റെ ദൈർഘ്യം പകുതിയായി കുറഞ്ഞു, വെയിറ്റ് കുറഞ്ഞു, വിലയും കുറഞ്ഞു. ഇതാണ് ടെലിസ്കോപ്പിൻ്റെ ആ കാലത്തുള്ള ചരിത്രം. അതൊക്കെ നടന്നത് 17ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലുമാണ്. പിന്നെ വരുന്ന ചില പ്രത്യേക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു ജെയിംസ് ഫ്ലാംസ്റ്റീഡ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നക്ഷത്ര പട്ടികളെയും മറികടന്നുകൊണ്ട് അദ്ദേഹം 3000 വരുന്ന നക്ഷത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് സ്വന്തം നക്ഷത്ര പട്ടിക ഉണ്ടാക്കിയ ആളാണ് ഫ്ലാംസ്റ്റീഡ്. അതിനുണ്ടായിരുന്ന ജോൺ ബെയറും പിന്നെ വന്ന ഒരുപാട് ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച നിരവധി പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ വാസ്തവം പറയുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ ജോൺ ഫ്ലാംസ്റ്റീഡിൻ്റെ നക്ഷത്ര പട്ടിക വന്നപ്പോൾ ഒട്ടുമിക്കതും അതിൽ ഉത്തര ഖഗോളത്തിലെ നക്ഷത്രങ്ങളായിരുന്നു. അത് വാസ്തവം പറയുകയാണെങ്കിൽ ദക്ഷിണ ഖഗോളത്തെ കൂടെ കൂട്ടിച്ചേർത്തത് അക്കാലത്തെ പ്രഗത്ഭനായ ഒരു ജ്യോതിശാസ്ത്രത്തിൻ്റെ കഴിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്മണ്ട് ഹാലി. ഹാലിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ലോകപ്രസിദ്ധമായ ഹാലി ധൂമകേതു, ഹാലി കോമറ്റ്. ഇക്കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യത്തെ 23ാം ഭാഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പോരാതെ മറ്റൊരു ചെറുപ്പക്കാരനായ ഒരു പാതിരി കൂടി അതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെർമിയ ഹൊറോക്സ്. ആദ്യത്തെ സന്തരണങ്ങളെ നിരീക്ഷിക്കുകയും ആ സന്തരണ സമയത്തെടുത്ത കണക്കുകൾ വെച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുകയും ചെയ്ത ആദ്യത്തെ പാതിരി. അദ്ദേഹത്തെ പറ്റിയുള്ള പ്രസ്താവനയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണണം. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് എക്കാലത്തെയും പ്രതിഭാധനായ ഐസക് ന്യൂട്ടണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവരൊക്കെ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. ഗ്രിഗറി ന്യൂട്ടന് 4 കൊല്ലം മുമ്പ് ജനിച്ച ആളാണ്. 1638 1642 ഗലീലിയോ മരിച്ച കൊല്ലം ജനിച്ച ആളാണ് ഐസക് ന്യൂട്ടൺ. അങ്ങനെ നോക്കുമ്പോൾ ഈ 17ാം 18ാം നൂറ്റാണ്ടുകൾ ജ്യോതിശാസ്ത്രത്തിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിനെ പറ്റിയാണ് ഇനിയും ബാക്കിയുണ്ട്. ന്യൂട്ടൺ അതിൽ വരും. പക്ഷേ ന്യൂട്ടൻ്റെ കഥ ഓരോ എപ്പിസോഡ് കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ 2ലേക്ക് പോകാം, 3ലേക്കും പോകാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വരുന്ന എപ്പിസോഡുകളൊക്കെ തീർച്ചയായിട്ടും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിയോണ്ട് ദ ഹൊറിസോൺ പാർട്ട് 23, ബിയോണ്ട് ദ ഹൊറിസോൺ ഭാഗം 23.
ആദ്യത്തെ പ്രതിഫലന ടെലിസ്കോപ്പ് ഐസക് ന്യൂട്ടൺ ആണ് നിർമ്മിച്ചതെങ്കിലും അതിൻ്റെ അടിസ്ഥാന ആശയം വികസിപ്പിച്ചത് ന്യൂട്ടന് മുമ്പുണ്ടായിരുന്ന നിക്കോളാസ് സൂക്കി എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലന ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ആശയമൊക്കെ അദ്ദേഹം വികസിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിനത് പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതിന് ശേഷം ഉണ്ടായത് സ്കോട്ട്ലൻഡുകാരനായ ഒരു ജെയിംസ് ഗ്രിഗറി ആയിരുന്നു. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ഗ്രിഗറി വെറും 38 വർഷങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ 38 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം വളരെ വലിയൊരു കാര്യം ചെയ്തു. ഗണിതശാസ്ത്ര ശാഖയ്ക്ക് വളരെ അത്യാവശ്യമായ കാൽക്കുലസിന്റെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ അനന്തശ്രേണിയുടെ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസിന്റെ കണ്ടുപിടുത്തത്തോടെയാണ്. ഇതേ ഗ്രിഗറി ആയിരുന്നു യഥാർത്ഥത്തിൽ പ്രതിഫലന ടെലിസ്കോപ്പിനെ പറ്റിയുള്ള രണ്ടാമത്തെ ആശയം. ആദ്യത്തെ ആശയം നേരത്തെ പറഞ്ഞ നിക്കോളാസ് സൂക്കി. ഗ്രിഗറി പോലും വളരെ കൃത്യമായി അതിൻ്റെ ആശയം രൂപീകരിച്ചുവെങ്കിലും അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തുവെങ്കിലും അദ്ദേഹത്തിനും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കലനത്തിന് അവശ്യ ഘടകമായ ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അനന്തശ്രേണി ഗ്രിഗറിയാണ് 16-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതിനും മുൻപ് അത് 17-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചെന്ന് ഓർക്കണം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സംഗമഗ്രാമമാധവൻ എന്ന ഇരിങ്ങാലക്കുടക്കാരൻ അത് കണ്ടെത്തിയിട്ടുണ്ട്. ആധുനിക ഗവേഷകർ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യകാല അപവർത്തന ടെലിസ്കോപ്പുകളുടെ വർണ്ണവിഭജനവും, അതായത് ക്രോമാറ്റിക് അബ്രേഷൻ, അതിൻ്റെ ഗോളീയ വിഭജനവും സ്ഫെറിക്കൽ അബ്രേഷൻ, ഇവ രണ്ടും ആ അപവർത്തന ടെലിസ്കോപ്പിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചപ്പോഴാണ് ഗ്രിഗറിക്ക് പ്രതിഫലന ടെലിസ്കോപ്പ് എന്ന ആശയം തലയിൽ ഉദിച്ചത്. ഇത്തരം ടെലിസ്കോപ്പിന് ഗ്രിഗോറിയൻ ടെലിസ്കോപ്പ് എന്നാണ് അന്ന് പേര് നൽകിയിരുന്നത്. അതിന്റെ കണ്ണാടിക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും. ഇത്തരം ടെലിസ്കോപ്പിന്റെ കണ്ണാടി പാരബോളിക് കണ്ണാടിയാണ്. ഇവിടെ കാണാം പാരബോളിക് കണ്ണാടി. ഇതാണ് പാരബോളിക് കണ്ണാടി. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പാരബോളിക് കണ്ണാടിയുടെ ഫോക്കൽ പ്രതലത്തിൽ ഒരു സെക്കൻഡറി മിറർ ഘടിപ്പിക്കും. ഇതാണ് സെക്കൻഡറി മിറർ. ആ സെക്കൻഡറി മിറർ ഒരു അവതല കണ്ണാടിയാണ്, അതായത് കോൺകേവ് മിറർ. ഇവിടെ പ്രൈമറി മിററിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മിററിന്റെ മധ്യത്തിൽ ഒരു ദ്വാരം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിന് മുമ്പിൽ കൂടി വരുന്ന പ്രകാശം നേരെ വന്ന് ഒബ്ജക്റ്റീവ് ലെൻസിൽ വീഴും. ഒബ്ജക്റ്റീവ് ലെൻസിൽ വീഴുന്ന പ്രകാശം നേരെ പ്രതിഫലിക്കുന്നത് രണ്ടാമത്തെ സെക്കൻഡറി മിററിൽ, ഈ പറയുന്ന കോൺകേവ് മിററിൽ തട്ടി വീണ്ടും പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിച്ച് വരുന്ന പ്രകാശം പാരബോളിക് കണ്ണാടിയുടെ മധ്യത്തിലൂടെ പുറത്തേക്ക് കടക്കും. പുറത്തേക്ക് കിടക്കുന്ന സ്ഥലത്ത് ഒരു IPS ഘടിപ്പിച്ചാൽ കൃത്യമായി IPSൽ കൂടെ പ്രതിബിംബത്തെ കാണാം. ഇതാണ് നമ്മുടെ ഗ്രിഗോറിയൻ ടെലിസ്കോപ്പിന്റെ ആദ്യത്തെ പ്രവർത്തനം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രകാശപാത, അതായത് ലൈറ്റ് പാത്ത്, ഇതാണല്ലോ ലൈറ്റ് പാത്ത്. ഇതാണ് ലൈറ്റ് പാത്ത്. ഈ ലൈറ്റ് പാത്ത് നേരെ പകുതിയായി കുറയും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം. അപ്പോൾ ലൈറ്റ് പാത്ത് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ട്യൂബ് പകുതിയെ വേണ്ടു. ട്യൂബിന്റെ നീളം കുറക്കാൻ കഴിയും. ആ നീളം കുറക്കലിലൂടെ ചെലവ് കുറയും.
രണ്ടാമത് ആ ട്യൂബ് കൊണ്ടുപോകാൻ വളരെ എളുപ്പം. ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളുള്ള ഒരു ടെലിസ്കോപ്പ് ആണെങ്കിലും ഗ്രിഗറിക്ക് അത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് പ്രശ്നം. പിന്നെ വന്നത് ഒരു പാതിരിയാണ്, അദ്ദേഹത്തിന്റെ പേര് ലോറൻസ് കാസഗ്രെയിൻ. അദ്ദേഹവും ശ്രമം നടത്തിയത് ഗോളീയ വിഭജനവും ക്രോമാറ്റിക് അബ്രേഷനും ഒക്കെ കുറക്കാനാണ്. അദ്ദേഹം ഗ്രിഗോറിയൻ ടെലിസ്കോപ്പിൽ അല്പം മാറ്റം വരുത്തി. ഈ ഗോളീയ വിഭജനത്തിന് ഏറ്റവും വലിയ പ്രശ്നം ക്രോമാറ്റിക് അബ്രേഷൻ മാതിരിയല്ല. ക്രോമാറ്റിക് അബ്രേഷനിലെ പ്രകാശത്തിൽ നിന്ന് വരുന്ന 7 നിറങ്ങളുടെ ഒരു വർണ്ണചിത്രം പ്രതിബിംബത്തിന് ചുറ്റും കാണപ്പെടുന്നതെന്നും ഉള്ളതാണ് അതിൻ്റെ ഒരു തകരാറ്. പക്ഷേ ഗോളീയ വിഭജനം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവ ഒരു ബിന്ദുവായി കാണപ്പെടില്ല, മറിച്ച് ഒരു വലിയ വൃത്തന്മാര് കാണപ്പെടും. ചില വൃത്തങ്ങൾ വളരെ വികൃതമായ രീതിയിൽ കാണപ്പെടും. ഇങ്ങനെ പല തകരാറുകളും ഗോളീയ വിഭജനങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ഈ ഗ്രിഗറി എന്ന് പറഞ്ഞ് ഈ ലോറൻസ് കാസഗ്രെയിൻ എന്ന് പറഞ്ഞ പാതിരി ഈ ഗ്രിഗോറിയുടെ ടെലിസ്കോപ്പിന്റെ ഡിസൈനിൽ അല്പം മാറ്റം വരുത്തി. ആ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും മുമ്പിൽ ഒരു കറക്ടർ ലെൻസ് പിടിപ്പിച്ചു. ആ കറക്ടർ ലെൻസിന്റെ മുമ്പിൽ ഒരു പരന്ന കണ്ണാടി, അതായത് പ്ലെയിൻ മിറർ. ബാക്കിയൊക്കെ ഗ്രിഗോറിയൻ ടെലിസ്കോപ്പിന്റെ മാതിരി പാരബോളിക് കണ്ണാടി, മെയിൻ മിറർ, മധ്യത്തിൽ ദ്വാരം, ഒക്കെ ശരി തന്നെ. പക്ഷെ എന്താണ് ഈ കറക്ടർ ലെൻസ് കൊണ്ടുള്ള ഉപയോഗം? കറക്ടർ ലെൻസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഗോളീയ വിഭജനത്തിലുണ്ടാകുന്ന തകരാറുകൾ കറക്ടർ ലെൻസ് പരിഹരിക്കും. കാരണം ആ കറക്ടർ ലെൻസിന്റെ യഥാർത്ഥത്തിൽ ലെൻസാണല്ലോ, ലെൻസിൽ കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്യും. ഇവിടെ ലെൻസും മിററും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ മിറർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗോളീയ വിഭജനം, സ്ഫെറിക്കൽ അബ്രേഷൻ, ലെൻസ് മുമ്പിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ക്യാൻസൽ ചെയ്യുന്നത് പോലെയാകുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്ഫെറിക്കൽ അബ്രേഷൻ ക്യാൻസൽ ആവും. കളർ അബ്രേഷൻ പ്രതിഫലന ടെലിസ്കോപ്പിൽ മുൻപേതിന്റെ കുറവാണല്ലോ. അപ്പോൾ ഈ 2 തകരാറുകളും പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു രീതിയാണ് നമ്മുടെ ലോറൻസ് കാസഗ്രെയിൻ പാതിരി വികസിപ്പിച്ചത്. പിന്നെ ഇംഗ്ലണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ഹൂക്ക് എന്നാണ്. ഈ ലിയനാർഡോ ഡാവിഞ്ചി എന്ന ആൾ ഇറ്റലിക്കാരനാണ്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. അതിന് കാരണം ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. നല്ലൊരു ഡിസൈനറായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, ചിത്രകാരനായിരുന്നു. ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യൻ. അതൊക്കെ തന്നെയാണല്ലോ ലിയനാർഡോ ഡാവിഞ്ചിക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇംഗ്ലണ്ടിന്റെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടത്. താനുണ്ടാക്കിയ മൈക്രോസ്കോപ്പ്, ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നോക്കണം. സ്വന്തമായി ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി സൂക്ഷ്മജീവികളെ നിരീക്ഷിച്ചു. ആ നിരീക്ഷിച്ച ജീവികളൊക്കെ സ്വന്തം കൈകൊണ്ട് വരച്ച്, ഇവിടെ നോക്കിയാൽ കാണാം, ഇടതുവശത്തെ ചിത്രത്തിൽ താഴെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം വരച്ചെടുത്ത ഒരു ചെറിയ സൂക്ഷ്മജീവിയുടെ ചിത്രമാണ്. എത്ര വലുതായിട്ടാണ് ചിത്രീകരിച്ച് നോക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന എല്ലാ സൂക്ഷ്മ ജീവികളെയും പ്രതിഭാസങ്ങളെയും വരച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിന്റെ പേര് മൈക്രോഗ്രാഫിയ. ആ പുസ്തകത്തിന് ഇന്നും ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ്. കാരണം അത്തരം ഒരു പുസ്തകം, സ്വന്തം കൈകൊണ്ട് നേരിട്ട് നോക്കി വരച്ചെടുത്ത ഒരു പുസ്തകം വളരെ പ്രയാസകരമാണ്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് അത്രത്തോളം സൂക്ഷ്മമായ വിശകലനം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോബർട്ട് ഹൂക്കിനെ
ഡാവിഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം 1662 മുതൽ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി അംഗവും ഗവേഷണശാലയിൽ ക്യൂറേറ്ററുമായിരുന്നു. റോയൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഐസക് ന്യൂട്ടനുമായി പലപ്പോഴും അദ്ദേഹം ഇടയേണ്ടി വന്നു. 1670 ഗ്രിഷാം പ്രഭാഷണം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഗുരുത്വബലം എല്ലാ വസ്തുക്കളെയും സ്വാധീനിക്കുന്നതായി പ്രസ്താവിച്ചു. അപ്പോൾ ന്യൂട്ടന്റെ ഗുരുത്വബലത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊന്നും പുറത്തു വന്നില്ല എന്നോർക്കണം. അദ്ദേഹം പ്രഭാഷണത്തിനിടയ്ക്ക് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഗുരുത്വബലം, അതത് വസ്തുക്കൾക്കുള്ള ഗുരുത്വബലം സ്വാധീനിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. സൂര്യനും ഗ്രഹങ്ങളുമായ ബന്ധത്തിൽ ഗുരുത്വബലം ഒരു പ്രധാനപ്പെട്ട ശക്തിയായി അദ്ദേഹം ചിത്രീകരിച്ചു. പക്ഷേ ഈ പ്രസ്താവനകൾക്ക് ഗണിതപരമായ തെളിവുകളൊന്നും ഹുക്ക് നൽകിയുണ്ടായില്ല. 1686 ഐസക് ന്യൂട്ടൺ തന്റെ പ്രിൻസിപ്യ റോയൽ സൊസൈറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ ഗുരുത്വത്തിന്റെ വ്യുൽക്രമവർഗ നിയമം താനാണ് ന്യൂട്ടന് കൊടുത്തതെന്ന് ഹുക്ക് അവകാശപ്പെട്ടു. ഈ അവകാശവാദത്തിന് ന്യൂട്ടൺ മറുപടി കൊടുത്തു: ഞാൻ ഇത് ഭാഗികമായി അംഗീകരിക്കുന്നുവെങ്കിലും ഒരു സിദ്ധാന്തത്തിന്റെ ബീജം എന്ന നിലയിൽ ഹുക്കിന്റെ വാദം ശരിയായിരിക്കാം, എങ്കിലും അതിന്റെ പൂർണ്ണ ഗണിതവശം എന്റേത് തന്നെയാണ്. ഗാമ ഡ്രാക്കോണിസ് എന്ന നക്ഷത്രത്തിന്റെ ദൂരം പാരലാക്സ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തത് ഹുക്കായിരുന്നു. കണ്ടെത്തിയ ദൂരം കൃത്യമായിരുന്നില്ല, എങ്കിലും ശനിയുടെ വളയങ്ങളെ നിരീക്ഷിച്ചു. ഗാമ എരിറ്റീസ് എന്ന ഇരട്ട നക്ഷത്രത്തെ കണ്ടുപിടിച്ചു. 1703 അന്തരിച്ച ഹുക്കിന്റെ ഫോട്ടോ അതെങ്ങനെയോ കാണാതെ പോയി. അതൊരിക്കലും കണ്ടു കിട്ടുകയും ഉണ്ടായില്ല. ഇതാണ് ഹുക്കിന്റെ ചരിത്രം. എന്നും ന്യൂട്ടണുമായി കലഹിച്ച ഹുക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിപുലീകരിച്ച് ലോകത്തിന് മുൻപിൽ സമർപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഹുക്ക് ന്യൂട്ടന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ന്യൂട്ടന്റെ സുഹൃത്തായ എഡ്മണ്ട് ഹാലിയെ ക്ഷണിക്കുകയാണ് ചെയ്തത്. ജെറമിയ ഹോറോക്സ് എന്നതൊരു പാതിരിയാണ്. 23 വർഷങ്ങൾ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ഒരു ഇംഗ്ലീഷ് പാതിരിയായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമെടുത്തു. 17-ാം വയസ്സിന് മുൻപേ കോപ്പർനിക്കസിന്റെ, കെപ്ലറുടെ, ടൈക്കോ ബ്രാഹിയുടെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ച് ഹൃദിസ്ഥമാക്കിയിരുന്നു അത്ര. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നല്ല വാച്ച് മേക്കറായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം നല്ലൊരു ഉപകരണ നിർമ്മാതാക്കി മാറ്റി അദ്ദേഹത്തെ. പല ജ്യോതിശാസ്ത്ര ഉപകരണവും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ സഞ്ചാരത്തെ വിശദമാക്കുന്ന ഉപകരണം ഉണ്ടാക്കി അദ്ദേഹം. വേലിയേറ്റത്തിൽ ചന്ദ്രന്റെ പങ്ക് വിശദമാക്കി. 1627 കെപ്ലർ റുഡോൾഫിൻ പട്ടിക തയ്യാറാക്കുമ്പോൾ 1631 ബുധസന്തരണവും 1761 ശുക്രസന്തരണവും നടക്കുമെന്ന് പ്രവചിച്ചു. എന്നാൽ 1639 നടക്കാനിരുന്ന ശുക്രസന്തരണം കെപ്ലർ വിട്ടുപോയിരുന്നു. അത് ഹോറോക്സ് ആണ് കണക്ക് കൂട്ടി പ്രവചിച്ചത്. ഇതാണ് ട്രാൻസിറ്റ് ഓഫ് വീനസ്. ഇടതുവശത്തെ കാണുന്ന ചിത്രമാണ് ശുക്രന്റെ സന്തരണത്തിന്റെ ചിത്രമാണിത്. ആ വലിയ മഞ്ഞ നിറത്തിലുള്ള വൃത്തമാണ് സൂര്യൻ. സൂര്യന്റെ മുമ്പിൽ കൂടെ ഒരു കറുത്ത പൊട്ടായിട്ട് ശുക്രൻ കടന്നു പോകുന്ന ആ സംഭവമാണ് ശുക്രസന്തരണം. അത് ബുധനാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന് ബുധസന്തരണം എന്ന് പറയും. ചുരുക്കം പറയുകയാണെങ്കിൽ ഏതൊരു വലിയ ആകാശവസ്തുവിന്റെ മുൻപിൽ കൂടെ ഒരു ചെറിയ ആകാശവസ്തു കടന്നു പോകുമ്പോൾ അതിന് സന്തരണമെന്നും, അതേ വസ്തുവിന്റെ പിന്നിൽ കൂടെ ഒരു ചെറിയ വസ്തു കടന്നു പോകുന്നുണ്ടെങ്കിൽ
അതിനെ ഉപഗൂഹനം അല്ലെങ്കിൽ ഒക്കൾട്ടേഷൻ എന്നും വിളിക്കും. 1639 നവംബർ 23-നാണ് സുഹൃത്ത് വില്യം ക്രാബ്ട്രിയും ഒത്ത് ആ ചിത്രമാണ് ആദ്യം നിങ്ങൾ കണ്ടത്. ഇവിടെ ജെറമിയ ഹോറോക്സ് സ്വന്തം സുഹൃത്തിൻ്റെ കൂടെ ശുക്രസഞ്ചരണം നടക്കുന്ന സമയത്ത് സ്വന്തം ടെലിസ്കോപ്പിൽ ഒരു ഹീലിയോസ്കോപ്പ് പിടിപ്പിച്ച് ആ പിടിപ്പിച്ച സൂര്യനെയും ശുക്രനെയും അദ്ദേഹം നോക്കിക്കാണുകയാണ്. അദ്ദേഹം കണക്ക് കൂട്ടിയെടുക്കുകയാണ്. ഹീലിയോസ്കോപ്പ് ഉപയോഗിച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശുക്രസഞ്ചരണം നിരീക്ഷിച്ചു. അളവുകളെല്ലാം രേഖപ്പെടുത്തി. ഏതാ അളവുകൾ? 4 അളവുകൾ എടുക്കണം. ഒന്ന്, ശുക്രൻ സൂര്യന്റെ ബിംബത്തിന്റെ പുറത്തുള്ള സമയത്തെ അളവ്. രണ്ടാമത്തത്, ശുക്രൻ സൂര്യബിംബത്തേക്ക് അകത്തേക്ക് കടന്ന ഉടനെയുള്ള അളവ്. മൂന്നാമത്തേത്, സൂര്യബിംബത്തിനെ പുറത്തേക്ക് ശുക്രൻ കടക്കുന്ന അളവ്. നാലാമത്തേത്, കടന്ന ശേഷമുള്ള അളവ്. ഇങ്ങനെ 4 അളവുകൾ എടുക്കണം. ഈ 4 അളവുകൾ എടുത്തു കഴിഞ്ഞാൽ എഡ്മണ്ട് ഹാലിയുടെ കണക്കുകൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ ഗണിതപരമായ സൂത്രവാക്യങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. സന്ദർണം നിരീക്ഷിക്കുന്നതിന്റെ ആവശ്യം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുക എന്നതായിരുന്നു. ഹോറോക്സ് അളവുകൾ എടുത്ത് കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ ദൂരം 9.5 ദശലക്ഷം കിലോമീറ്റർ എന്നായിരുന്നു. പക്ഷേ ആധുനിക കണക്കനുസരിച്ച് 15 ലക്ഷം കിലോമീറ്റർ എന്ന് വേണം. പക്ഷേ അക്കാലത്ത് ഇത് 17-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. ഉപയോഗിച്ച ഉപകരണങ്ങളുടെ പരിമിതി. ഹോറോക്സിന്റെ അളവിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഈ കണക്കുകൾ ജോനാസ് ഹവേലിയസ് ആണ് റോയൽ സൊസൈറ്റി മുമ്പാകെ അവതരിപ്പിച്ചത്. കാരണം ഇദ്ദേഹം അപ്പോഴേക്കും ജീവിച്ചിരുന്നില്ല. കണക്കുകളൊക്കെ തയ്യാറായപ്പോൾ അദ്ദേഹത്തിന് രോഗം വന്നത് അന്തരിച്ചു പോയിരുന്നു. ആ ശുക്രസഞ്ചരത്തിന്റെ കണക്ക് എടുക്കുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരലാക്സ് എടുക്കുന്ന രീതി. അതിനുശേഷമുണ്ടായ ഒരു പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രജ്ഞനാണ് ജോൺ ഫ്ലാംസ്റ്റീഡ്. നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ നക്ഷത്ര പട്ടിക 850 നക്ഷത്രങ്ങളോടെ തുടങ്ങി വെച്ചത്, അത് ഉണ്ടാക്കി വെച്ചത് ഹിപ്പാർക്കസ് ആയിരുന്നു, ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ. അത് ടോളമിയുടെ കാലമായപ്പോഴേക്കും അദ്ദേഹം അതിനകത്ത് കൂട്ടിച്ചേർത്തു. 1022 നക്ഷത്രങ്ങളുടെ ചാർട്ടുകൾ ഉണ്ടായി. ചൈനക്കാർ ഉത്തരഖഗോളത്തിലെ നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യക്കാർ പ്രധാനമായും രാശിചക്രത്തിലെ ചാന്ദ്രരാശികളെ 27 നക്ഷത്രക്കൂട്ടങ്ങളെ കേന്ദ്രീകരിച്ചു. അറബികളാകട്ടെ അതുവരെ ഉണ്ടായിരുന്ന ചാർട്ടുകളിലെ നക്ഷത്രസ്ഥാനങ്ങൾ കുറ്റമറ്റതാക്കി. കാലാകാലങ്ങളിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനമാറ്റം ഉണ്ടാവുമല്ലോ ഭൂമിയുടെ പരിസരണം കൊണ്ട്. ആ പണിയാണ് അറബികൾ ചെയ്തത്. പക്ഷേ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ റോയൽ ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ആസ്ട്രോണമർ ജോൺ ഫ്ലംസ്റ്റീഡാണ് ചാർട്ടുകളിൽ വലിയ പരിഷ്കാരം വരുത്തിയത്. ഇംഗ്ലണ്ടിലെ ഡെർബിഷയറിലാണ് അദ്ദേഹം ജനിച്ചത്. ഗണിതവും ജ്യോതിശാസ്ത്രവും പഠിച്ചു. 3000-ഓളം നക്ഷത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നക്ഷത്ര ചാർട്ട് അദ്ദേഹം ഉണ്ടാക്കി. അതിൻ്റെ പേര് അറ്റ്ലാസ് കോളസ്റ്റിസ്. ആ അറ്റ്ലാസ് കോളസ്റ്റിസ് ആണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വാനനിരീക്ഷകൻ ജോഹാൻ ബെയർ തയ്യാറാക്കിയ യുറാനോമെട്രിയ എന്ന ചാർട്ടിൽ നിന്നും ഫ്ലാംസ്റ്റീഡിന്റെ ചാർട്ട് പലതുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. കീഴെ കൊടുത്തിരിക്കുന്ന ഫ്ലാംസ്റ്റീഡിന്റെ ചാർട്ടാണ്. ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ബെയറുടെ ചാർട്ടുകൾ വളരെ പഴയ പേരുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ യുറാനോമെട്രിയയിൽ, കാരണം അവയിൽ ആസ്റ്ററിസമും നക്ഷത്ര ഗണങ്ങളും പ്രത്യേകം ഉണ്ടായിരുന്നു. അതിന് പകരമാണ്
നമ്മുടെ ബെയർ തൻ്റെ സ്വന്തം ചാർട്ട് ഉണ്ടാക്കി അതിന് അറ്റ്ലാസ് കൊളസ്റ്റിയ എന്ന പേര് കൊടുത്തത്. 1675 ആദ്യത്തെ റോയൽ ആസ്ട്രോണമർ പദവിയിലേക്ക് ഫ്ലാംസ്റ്റീഡ് നിയമിതനായി. 66-ലും 68-ലും ഫ്ലാംസ്റ്റീഡ് സൂര്യഗ്രഹണം നിരീക്ഷിച്ചു. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന സൂര്യഗ്രഹണമാണ്, താഴെ കൊടുത്തിരിക്കുന്നത് യുറാനസിന്റെ ചിത്രമാണ്. യുറാനസിനെ ആദ്യമായി നിരീക്ഷിച്ചുവെങ്കിലും തൻ്റെ പട്ടികയിൽ അതിന് 34 ടൗരി എന്ന നക്ഷത്രം ആണ് എന്ന് രേഖപ്പെടുത്തി. പിന്നീട് 1781 വില്യം ഹെർഷൽ എന്ന ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ യുറാനസ് ഒരു ഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ചത്. അതേപോലെ ഫ്ലാംസ്റ്റീഡ് കസിയോപ്യ ഗണത്തിൽ ഒരു നക്ഷത്രത്തെ രേഖപ്പെടുത്തിയെങ്കിലും അത് പിന്നീട് കസിയോപ്യ എ എന്ന സൂപ്പർനോവ ആയിരുന്നു എന്ന് മനസ്സിലായി. ഫ്ലാംസ്റ്റീഡിനെ തുടർന്ന് റോയൽ ആസ്ട്രോണമർ സ്ഥാനത്ത് നിയമിതനായ ഗണിതജ്ഞനായ എഡ്മണ്ട് ഹാലി ആയിരുന്നു. ഹാലിയെ പറ്റി അറിയാത്ത ആളുകൾ കേരളത്തിൽ പോലും ഉണ്ടാവുകയില്ല. കാരണം നമുക്കറിയാമല്ലോ ഹാലി ധൂമകേതുവിന്റെ കഥ. 1985 കേരളത്തിലെ ഒരുപാട് പേര് ഹാലി ധൂമകേതുവിനെ കണ്ടതാണ്. അത് ഇതേ എഡ്മണ്ട് ഹാലിയുടെ പേരിലാണ് ആ ഹാലി ധൂമകേതു. അദ്ദേഹത്തിന്റെ പേര് അച്ഛന്റെ പേര് തന്നെയാണ് എഡ്മണ്ട് ഹാലി, പക്ഷെ ജൂനിയർ എന്ന് കൊടുത്തു. ഇംഗ്ലണ്ടിലെ ഹാഗർസ്റ്റൺ നഗരത്തിലാണ് ജനിച്ചത്. സൗരയൂഥത്തെപ്പറ്റിയും സൗരകളങ്കങ്ങളെപ്പറ്റിയും ആദ്യത്തെ പ്രബന്ധം എഴുതി. ഫ്ലംസ്റ്റീഡ് താനുണ്ടാക്കിയ ഹിസ്റ്റോറിയ കൊളസ്റ്റേ ബ്രിട്ടാനിക്ക, ഉത്തര ഖഗോൾ നക്ഷത്രങ്ങൾ മാത്രമുള്ളത്, അത് ഹാലിയെ കാണിച്ചു. ദക്ഷിണാർദ്ധഗോളത്തിലേത് കൂടെ ഉണ്ടാക്കിയാലോ എന്ന് ഫ്ലാംസ്റ്റീഡിനോട് ആരാഞ്ഞു. ഹാലി ചോദിച്ചു, ഉത്തര ഖഗോളത്തിൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ പട്ടികയിൽ, നമുക്കെന്തുകൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോയിക്കൂടാ? അതിൻ്റെ കൂടെ പട്ടിക നമുക്ക് ഉണ്ടാക്കിയാൽ എന്താ? 676 ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സെയിന്റ് ഹെലീന ദ്വീപിൽ ഹാലിയുടെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണ നിലയവും 24 മീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു ഏരിയൽ ടെലിസ്കോപ്പും ഒരു സെക്സ്റ്റന്റ് സ്ഥാപിക്കുകയുണ്ടായി. ദ്വീപിലെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച 341 നക്ഷത്രങ്ങളുടെ ദക്ഷിണ ഖഗോള പട്ടിക കാറ്റലോഗ് സ്റ്റെല്ലോറം ആസ്ട്രേലം എന്ന പേരിൽ പുറത്തിറക്കി. അതോടെ ഹാലി ദക്ഷിണ ടൈക്കോ ബ്രാഹെ എന്ന പേരിൽ അറിയപ്പെട്ടു. കാരണം അതിനു മുമ്പേ ഏറെക്കുറെ വലിയ നക്ഷത്രങ്ങളെയൊക്കെ പരിഗണിച്ച ആൾ ടൈക്കോ ബ്രാഹെ ആയിരുന്നു. അദ്ദേഹം പക്ഷേ പട്ടികയൊന്നും ഉണ്ടാക്കിയില്ല. ഒരിക്കൽ ബുധസന്ദർണം നിരീക്ഷിച്ചു ഹാലി. ശുക്രസന്ദർണത്തെ പറ്റി ചിന്തിക്കുകയുണ്ടായി. ബുധസന്ദർണത്തിന്റെ ചിത്രമാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ബുധൻ സൂര്യന്റെ ബിംബത്തിന് മുന്നിൽ കൂടെ കടന്നു പോകുന്ന ചിത്രമാണത്. സന്ദർണ സമയത്ത് എടുക്കുന്ന അളവ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി കണക്ക് കൂട്ടാനുള്ള ഗണിത രീതി വികസിപ്പിച്ചത് അക്കാലത്ത് ഹാലിയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് സന്ദർണം നടക്കുന്ന സമയത്ത് അളവെടുക്കണം. അതനുസരിച്ച് വിവിധ ഗ്രൂപ്പ് ശാസ്ത്രജ്ഞർ വിവിധ രാജ്യങ്ങളിൽ പോയി, ഫിലിപ്പീൻസിൽ പോയി, ജപ്പാനിൽ പോയി, ചൈനയിൽ പോയി, ഇന്ത്യയിൽ വരികയുണ്ടായി ഒരു ടീം. അവിടങ്ങളിലൊക്കെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ പറയുന്ന സന്ദർണം നിരീക്ഷിച്ച് സന്ദർണത്തിന്റെ ചിത്രം എടുക്കുകയുണ്ടായി. നമുക്ക് സന്ദർണത്തിന്റെ ചിത്രം ഒന്ന് കാണാം. ഇതാണ് സന്ദർണത്തിന്റെ ചിത്രം. സന്ദർണം നടക്കുന്നതിന് ചിത്രമാണ് ഇതാ. അത് സൂര്യന്റെ വലതുവശത്തെ ചിത്രത്തിൽ സൂര്യബിംബവും അതിൽ കടന്നു വരുന്ന കറുത്ത പൊട്ടും, അതാണ് ശുക്രന്റെ ബിംബം. അദ്ദേഹം 1639 ആയിരിക്കും അദ്ദേഹം 1769 ആകുമ്പോഴേക്കും അദ്ദേഹം അന്തരിച്ചു പോയി. കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം നിർദ്ദേശിച്ച രീതി അനുസരിച്ച് ആ എടുത്ത അളവുകൾ കൊണ്ട് സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രീതി കുറച്ച് സങ്കീർണമായിരുന്നു. അതുകൊണ്ട് ആധുനിക കാലത്ത് റഡാറുകൾ ഉപയോഗിച്ചാണ്
ഗ്രഹങ്ങളിലേക്കും സൂര്യനിലേക്കും മറ്റുള്ള ദൂരം അളക്കുന്നത്. വളരെ കർശനമായി കൃത്യത കിട്ടും. 1761 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. ശാസ്ത്രലോകത്ത് യുദ്ധം ഏശിയതേയില്ല. സന്തരണം നിരീക്ഷിക്കാൻ രണ്ട് രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർ പരസ്പരം കൈകോർത്തു. 22-ാം വയസ്സിൽ ഹാലി തന്റെ റോയൽ സൊസൈറ്റിയിലേക്ക് ഫെലോവായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1684 ഐസക് ന്യൂട്ടനുമായുള്ള കൂടിക്കാഴ്ച തമ്മിൽ വളരെ വലിയ ഒരു സൗഹൃദമായി വളർന്നു. അക്കാലത്ത് തന്നെ ന്യൂട്ടൻ പ്രാപഞ്ചിക ഗുരുത്വ സിദ്ധാന്തവും ഗ്രഹചാലന നിയമങ്ങളും രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ ആരെയും വിശ്വസിക്കാതിരുന്ന ന്യൂട്ടൻ അവ പ്രസിദ്ധീകരിച്ചതേയില്ല. കാരണം പ്രസിദ്ധീകരിക്കാൻ ആർക്കെങ്കിലും കൊടുത്താൽ അതവർ തൻ്റെ പേരിൽ അവരുടെ പേരിൽ പ്രസിദ്ധീകരിച്ചാലോ എന്ന ഭയം കൊണ്ട്. ന്യൂട്ടന്റെ സ്വഭാവം അത്തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു. അദ്ദേഹം ആരെയും വിശ്വസിച്ചിരുന്നേയില്ല. അങ്ങനെ അവ പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഏറെക്കാലം. ഇക്കാര്യം മനസ്സിലാക്കിയ ഹാലി താനുമായുള്ള ന്യൂട്ടന്റെ സൗഹൃദം ഉപയോഗിച്ച് സിദ്ധാന്തം പ്രസിദ്ധീകരിക്കാൻ ന്യൂട്ടന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. മാത്രമല്ല, അദ്ദേഹം ന്യൂട്ടനോട് പറഞ്ഞു, പ്രസിദ്ധീകരണത്തിന്റെ ചെലവ് ഞാൻ വഹിക്കാം. ഈ പുസ്തകമാണ് ശാസ്ത്രലോകത്തിനും മനുഷ്യ പുരോഗതിക്കും മാർഗദർശിയായി തീർന്ന പ്രിൻസിപ്പിയ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. വലതുവശത്ത് കാണുന്നതാണ് ന്യൂട്ടന്റെ കാലത്തുള്ള ഒറിജിനൽ പുസ്തകം, യഥാർത്ഥ പുസ്തകം. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക 3 വോള്യത്തിലായി. ഹാലിയാണ് അതിന് പണം കൊടുത്തത്, പ്രസിദ്ധീകരിച്ചത്. ന്യൂട്ടൻ കിർച്ച് ധൂമകേതുവിനെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കിർച്ച് ധൂമകേതു വന്നാൽ അക്കാലത്ത് 1681 വന്ന വലതുവശത്തെ ഒരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ കിർച്ച് ധൂമകേതുവിനെ കാണിച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു ധൂമകേതു. അക്കാലത്ത് അത് അറിയപ്പെട്ടിരുന്നത് ഗ്രേറ്റ് കോമറ്റ് എന്നാണ്. പഴയകാല ധൂമകേതുക്കളെ പറ്റി ഹാലി അന്വേഷിച്ചു. 1531 1607 വന്ന അതേ ധൂമകേതു തന്നെയാണ് 1682 വന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവയുടെ പഥങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അത് വീണ്ടും 1758 വരുമെന്നും പിന്നീട് ഓരോ 75-76 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി പ്രവചിക്കുകയുണ്ടായി. ഹാലി പ്രവചിച്ചതുപോലെ 1758 ഡിസംബർ മാസം ക്രിസ്തുമസ് ദിനത്തിൽ സാക്സണിലെ ബ്രിട്ടനിലെ സാക്സൺ ഒരു കൃഷിക്കാരൻ, അദ്ദേഹം ഒരു അമേച്വർ വാന നിരീക്ഷകനുമായിരുന്നു, ജോഹാൻ ജോർജ് പാലിഷ് ധൂമകേതുവിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. 4 ആഴ്ചകൾക്ക് ശേഷം പ്രസിദ്ധ ഫ്രഞ്ച് വാന നിരീക്ഷകൻ ചാൾസ് മെസ്സിയെ അദ്ദേഹം കണ്ട ധൂമകേതു 1758 ഹാലി ധൂമകേതുവിനെയാണെന്ന് സ്ഥിരീകരിച്ചു. 742 ഹാലി അന്തരിച്ചു പോയിരുന്നു. താൻ വരുമെന്ന് പ്രവചിച്ച ധൂമകേതു കാണുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. വലതുവശത്തെ ചിത്രത്തിലാണ് ഹാലിയുടെ ധൂമകേതുവിടെ ചിത്രം. എഡ്മണ്ട് ഹാലിയെ അനശ്വരമാക്കാൻ ധൂമകേതുവിനെ ഹാലി ധൂമകേതു എന്ന നാമകരണം ചെയ്തു. അതിൻ്റെ പ്രവചിക്കപ്പെട്ട വരവോടെ ന്യൂട്ടന്റെ പ്രാപഞ്ചിക ഗുരുത്വ നിയമങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അക്കാലത്ത് വന്നുകൊണ്ടിരുന്ന വിമർശനങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതായി എന്നുള്ളതാണ് വസ്തുത. പ്രപഞ്ചം നിതാന്തം സുഗമമായി ചലിക്കുന്നതും പ്രവചനങ്ങൾക്ക് വഴങ്ങുന്നതുമായ ഒരു മഹായന്ത്രം പോലെ അന്നത്തെ ജനങ്ങൾക്ക് തോന്നി. അടുത്ത ഭാഗം ഐസക് ന്യൂട്ടൻ എന്ന മഹാപ്രതിഭയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് കാണാൻ മറക്കരുത്. അത് പക്ഷെ ഒരു ഭാഗം കൊണ്ട് തീരുകയില്ല, 2-3 ഭാഗം കൊണ്ട് മാത്രമേ അത് തീരുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം, നന്ദി.